ശ്രീ ജോസഫ് സി മാത്യു, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള പട്ടികകൾ പുറത്തു വരുന്നു. പലിശ 18% അടക്കം തിരിച്ചുപിടിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇവർക്കെതിരായ നടപടിയാണ്. അത് കാത്തിരിക്കുന്നത് എന്ന് പറയുന്നതിന്റെ ഒരു പ്രാധാന്യം അങ്ങേക്ക് മനസ്സിലാകുമല്ലോ. ഒരു നാണം കെട്ട അഴിമതി എന്ന നിലയ്ക്ക് ഒരു തരത്തിലും നീതിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന തരത്തിലൊരു അഴിമതി സംസ്ഥാനത്ത് നടക്കുകയാണ്. അതിൽ ബോധിപ്പിക്കേണ്ടതില്ലേ ജനങ്ങളോട് ഇങ്ങനെ ഒരു ചോർച്ച സംഭവിക്കുന്നില്ല എന്ന്? ഇത് ജനങ്ങളോട് ബോധിപ്പിക്കുന്നതിന്റെ മാത്രം വിഷയമല്ല, ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഇതിനെ ഒരു സിവിൽ ലയബിലിറ്റി ആക്കി മാറ്റാനാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പലിശ സഹിതം തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ സ്വാഭാവികമായി തൊണ്ടി മുതൽ തിരിച്ചെടുക്കൽ മാത്രമേ ആകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അവർ ചെയ്ത ഈ ക്രിമിനൽ കുറ്റത്തിന് അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കുകയാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. അതിനു പകരം അവരുടെ പേരുകൾ രഹസ്യമാക്കി വെക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങൾ അവർക്കൊരു പരിരക്ഷ കൊടുക്കുന്ന രീതിയിലാണ് ഈ സർക്കാർ പ്രതികരിക്കുന്നത്. സാധാരണ ക്രിമിനൽ ഒഫൻസുകളെ പ്രതികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിലും തീവ്രമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട കുറ്റകൃത്യമാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഇത് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് പോലെയാണ്. അത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലല്ല. ഇപ്പൊ പോലീസിന്റെ അതിക്രമം, തെരുവിൽ വെച്ച് 2 പൗരന്മാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുമ്പോഴത്തെ ശിക്ഷ അതിന് കൊടുത്താൽ പോരാ. കാരണം അവിടെ ഈ സർക്കാരിന്റെ മുദ്ര ധരിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മർദ്ദനം നടക്കുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹം മുഴുവനായി ചെയ്യുന്നതായി വിലയിരുത്തപ്പെടുന്നു. അപ്പൊ നമ്മളെ കൂടെ കുറ്റകൃത്യത്തിൽ പങ്കാളികളാക്കുന്ന ഒരു നടപടിയാണ്. അതേപോലെ തന്നെയാണ് ഇവരും ഈ കൈയിട്ട് വാരൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. രണ്ടാമത്, ഇത് ഇവര് മാത്രം ചെയ്യുന്ന ഒരു ഒഫൻസ് അല്ല. ഇവർക്ക് അങ്ങനെ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ ഇവരതിന് അർഹരാണെന്നുള്ള അതാത് സ്ഥലത്തെ വില്ലേജ് ഓഫീസർമാരുടെ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ വ്യാപകമായി ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന ഒരു കറപ്ഷൻ, കേരളത്തിൽ ഉടനീളം നടക്കുന്ന ഒരു കറപ്ഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നടക്കുന്ന ഒരു കറപ്ഷൻ, അതിന്റെ ഒരു നമ്മൾ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പ്രകടമായി പണം തിരിച്ചടക്കണം, പിന്നീട് നടപടികൾ എന്നുള്ളതാണ്. ഇപ്പൊ ഈ നടപടി എന്ന് പറയുന്നതും ഈ പട്ടികയിൽ ഉൾപ്പെട്ട അനർഹരായിട്ടും ഇത് കൈപ്പറ്റിയ ആളുകൾക്ക് നേരെയുള്ളത് മാത്രമായി ചുരുങ്ങുമോ എന്നതാണ് ഒരു ആശങ്ക. ഇത് അങ്ങ് പറഞ്ഞതുപോലെ ഈ പെൻഷൻ അർഹരാണോ എന്ന് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ, അത് സാങ്ഷൻ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ, പിന്നീട് അത് പരിശോധിക്കേണ്ട സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ആളുകൾ, ഇവരെല്ലാവരും കണ്ണി ചേരാതെ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ. ഇല്ല, അവര് 1600 രൂപ വെച്ചിട്ട് ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 20,000 25,000 രൂപ തിരിച്ചടച്ചുകൊണ്ട് അവരിൽ നിന്ന് എന്ത് നേടാനാണ്? അതല്ലല്ലോ അവർ ചെയ്ത പാതകത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അത് ചെറിയ തുകയാണ്. ഒരു നേരം അരിയില്ലാത്ത വിഷമിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു വലിയ തുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അബ്സല്യൂട്ട് ടേംസിൽ അതിനെ അളന്നാൽ അത് മനസ്സിലാവില്ല. ഒന്നും ഇല്ലാത്തവന് 1600 രൂപ എന്ന് പറയുന്നത് അവന്റെ ജീവന്റെ വിലയാണ്. ആ ജീവൻ തട്ടിത്തെറിപ്പിച്ചവന് ഇവരുടെ ശമ്പളത്തിൽ നിന്ന് 25,000 രൂപ എടുത്താൽ പ്രതിവിധിയാവില്ല. അതൊരു സോഷ്യലിസം പറയുന്ന, കമ്മ്യൂണിസം പറയുന്ന ഒരു സർക്കാരിന് എന്താണത് മനസ്സിലാകാത്തതെന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് നടപടി എടുക്കണം. ഇല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് കോടതിയെ സമീപിക്കണം. വേറെ മാർഗമൊന്നും പൊതുജനത്തിന്റെ മുൻപിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.